എലജോൻസ് നമ്മുടെ സാരി വീഡിയോയിൽ നമ്മുടെ സിൽക്ക് പോലത്തെ അതായത് ഡേസി ടസറിൻ്റെയൊക്കെ സ്റ്റൈൽ വരുന്ന ഒരു ഐറ്റം കേട്ടോ. ഫുൾ എംബ്രോയ്ഡറി ബോർഡർ വരുന്ന ഐറ്റമാണ്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഒരു 7000-8000 രൂപ മേളിൽ വരുന്ന ഐറ്റംസ് ആട്ടോ. അതേപോലെ തന്നെ ഒരു സ്റ്റൈൽ കിട്ടുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിന് ഏകദേശം 2600 സംതിങ് റേഞ്ച് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ബോർഡറിൽ കട്ട് വർക്ക് പോലത്തെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ടസർ പോലെ തന്നെയാണ്, നിങ്ങൾക്ക് വാഷ് ചെയ്യാനും പറ്റും, എന്നാൽ ആ ഒരു സ്റ്റൈലിൽ ഇടാനും പറ്റുന്നൊരു ഐറ്റം. പെട്ടെന്ന് നമുക്ക് ആ ഒരു മനസ്സിലാവത്തൊന്നുമില്ല, പ്യുവർ ഡേസി ടസറാന്ന് തന്നെ തോന്നിക്കുള്ളൂ. നല്ല കളേഴ്സും ആട്ടോ. വൺ പ്ലീറ്റോ അല്ലെങ്കിൽ ആ ഒരു നൂർത്തിയിടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലാതെ എടുത്തെടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ടാലും നല്ല. നൂർത്തിയിടുന്ന കുറച്ച് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചുമ്മാ ആണെങ്കിലും എടുത്തിടാൻ നല്ല രസമുള്ള ഐറ്റമാണ്. ഫുൾ വർക്ക് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ഒറിജിനലിൽ വരുന്ന സെയിം വർക്ക് തന്നെ ഇതിലും എടുത്തേക്കുന്നത്. മെറ്റീരിയൽ അത്യാവശ്യം വാഷ് ചെയ്യാം. സിൽക്കിൻ്റെ ഒരു ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ നോർമൽ സെമി വരുന്ന ആ ഒരു സ്റ്റൈലല്ല, സിൽക്ക് ത്രെഡ് തന്നെ യൂസ് ചെയ്തേക്കുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിന് ബ്ലൗസ് വന്നേക്കുന്നത് പ്ലെയിൻ ആട്ടോ. ബാക്കി മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഉടുക്കുന്നിടം വരെ കുഞ്ഞു കുഞ്ഞായിട്ട് എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. നല്ല കളേഴ്സാണ്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ്, ലാവണ്ടറിൻ്റെ നല്ല ഷെയ്ഡ്. നമ്പർ AD 343, റേറ്റ് 2680 ആണ്. 26. നല്ല ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡ് ആട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. നിങ്ങൾക്ക് ഫങ്ഷനായിട്ട് തന്നെ ഉപയോഗിക്കാം. ഫങ്ഷന് ചിലപ്പം ഈ ഒരു 7000-8000 ഒക്കെ മുടക്കുന്ന വെച്ച് നോക്കി കഴിയുമ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിത് വളരെ അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇതാട്ടോ രണ്ടാമത്തെ ഷെയ്ഡ്. നല്ല രസമായിട്ട് നല്ല കളറാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കാണിക്കുമ്പോൾ ആദ്യമേ സെലക്ട് ചെയ്യാറുള്ള കളറാണ് എല്ലാവരും. ബ്ലൗസ് സെയിം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ AD 342, റേറ്റ് 2680. അടുത്ത ഷെയ്ഡ് ഇതും നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ, ഒരു ചിക്കു ഷെയ്ഡ് എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. എല്ലാം ഫുൾ വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ വർക്കിൻ്റെ ഒരു എടുപ്പ് പറയാതിരിക്കാൻ പറ്റില്ല. സ്കാൽപ്പ് ചെയ്തിട്ട് അകത്തോട്ട് മൊത്തം ഒരു ഹെവി എംബ്രോയ്ഡറി തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വെച്ച് കാണിച്ചേക്കാം കേട്ടോ. എല്ലാം സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. കളർ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. കുറേ ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നത്. കോൺട്രാസ്റ്റിൽ വേണം ഇടാം കേട്ടോ. പക്ഷേ ടസറൊക്കെ എപ്പോഴും സെയിം കളറിലുള്ള ബ്ലൗസ് തന്നെ വെച്ചിടുന്നതാണ് കുറച്ചുകൂടെ എപ്പോഴും കാണാൻ ഭംഗിയെ. ഇതാട്ടോ അടുത്ത കളർ. നമ്പർ AD 344, റേറ്റ് 2680. അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ്. കുറച്ചുകൂടെ ഒരു ഡീപ്പർ പിങ്കിൻ്റെ ഷെയ്ഡ്. കേട്ടോ വർക്ക് വരുന്നത്. ഞാൻ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റാണ് ഫാബ്രിക്. നമുക്കൊരു പ്യുവർ ഡേസി ടസറുമായിട്ട് അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യില്ല. അത്രയും നല്ല ഫിനിഷിങ് കൊടുത്ത് തന്നെയാണ് ത്രെഡൊക്കെ വീവ് ചെയ്തേക്കുന്നത്. ഇതാട്ടോ. ഇതും ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഇടാം. കുറച്ചുകൂടി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് എല്ലാവരും സെയിം കളർ തന്നെ ഇടുന്നത്. ഇതിനൊക്കെ ഒരു കുറച്ചുകൂടെ ലുക്ക് കൂടുതൽ വരുന്നു. നമ്പർ AD 462, റേറ്റ് 2680. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് കളർ വ്യത്യാസമുണ്ട്, ബ്ലൂ പോലെ കാണിക്കുന്നത്. ഗ്രീനിൻ്റെ തന്നെ ഷെയ്ഡാണേ. ഇതിപ്പോൾ എന്ത് ഗ്രീൻ എന്നാണ് പറയുക, കുറച്ചുകൂടെ ഡാർക്കാണ്. ഇതിൻ്റെ അകത്ത് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഗ്രീനിൻ്റെ ഡാർക്കർ ഷെയ്ഡായിട്ട് വരും. ഇത് ബ്ലൂ പോലെയല്ലേ കാണുന്നത്. ബ്ലൂ അല്ല കേട്ടോ, ബ്ലൂ ആണെന്ന് ഓർത്ത് എടുക്കരുത്, ഗ്രീനാട്ടോ കളറ്. പക്ഷെ നല്ല ഷെയ്ഡാണ്. ഇത് ഞാൻ വെച്ച് കാണിച്ചേക്കാം, എങ്കിലൊരു ഐഡിയ കിട്ടില്ലല്ലോ. അതാണ് ഞാൻ എല്ലാം ഒന്ന് ചുമ്മാണ്ടല്ലോ ഒന്ന് വെച്ച് കാണിക്കുന്നത്. ഇതുപോലെ വർക്ക്. പിന്നെ നമ്പർ വരുന്നത് AD 464, റേറ്റ് 2280. ലാസ്റ്റ് കളർ ഇതും ഓൾമോസ്റ്റ് ഒരു ലാവണ്ടറിൻ്റെ ടൈപ്പ് തന്നെ ഷെയ്ഡാണ് കേട്ടോ. മുമ്പേ കാണിച്ച ഡാർക്ക് ലാവണ്ടർ അല്ലായിരുന്നു, ഇത് ഇച്ചിരി ലൈറ്റ് ലാവണ്ടർ. എല്ലാ ഷെയ്ഡ്സും നല്ലതല്ലേ. കുറേ ഷെയ്ഡ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു 6 ഷെയ്ഡോളം ഉണ്ട്. ഇതുപോലെ കേട്ടോ. ഇതാണ് നമുക്ക് ലാസ്റ്റത്തെ കളർ വരുന്നത്. വർക്കൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമ്പർ AD 463. നമുക്കിൻ്റെ പ്രൈസ് വരുന്നത് 2680 ആണ്. 2680.